2005 ഡിസംബർ 5 തിങ്കളാഴ്ച. അന്നേ ദിവസം രാത്രി ഏറെ വൈകി, ഏതാണ്ട് 2 മണിയോടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന മമ്പാട് എന്ന കൊച്ചു ടൗണിൽ ആ രാത്രിയുടെ ശാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട് ചുറ്റികയൊച്ചകൾ മുഴങ്ങാൻ തുടങ്ങി. എവിടെ നിന്നാണ് ആ ശബ്ദം പുറപ്പെടുന്നത്? ടൗണിൻ്റെ ഒത്ത നടുക്ക് കിടക്കുന്ന ഒരു ഒറ്റനില കെട്ടിടത്തിൻ്റെ ടെറസിൽ നിന്നാണ് അത് വരുന്നത്. ആ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ദ മമ്പാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ആ ഉൾനാടൻ പട്ടണത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന, അവരുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളെ സ്വരുക്കൂട്ടി ശേഖരിച്ചു വെക്കുന്ന ഒരു ബാങ്കാണ്. അതിൻ്റെ സേഫിൽ വിശ്രമിക്കുന്ന പണയ സ്വർണം, ബാങ്കിൻ്റെ ലോക്കറുകളിൽ ആളുകൾ കൊണ്ട് പൂട്ടി വെച്ചിട്ടുള്ള സ്വർണം, പണം, ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടെത്തിയ ഒരു ബാങ്ക് കവർച്ചാ സംഘമാണ് ഇങ്ങനൊരു അതിക്രമത്തിന് മുതിർന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ തോന്നാവുന്ന ആദ്യത്തെ സംശയം, ഇങ്ങനെ ഉച്ചത്തിൽ കൂടം കൊണ്ട് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒച്ച കേട്ട് പ്രദേശവാസികൾ ഉണരില്ലേ, ഓടിക്കൂടില്ലേ എന്നൊക്കെയാവും. ഇതെന്തു മണ്ടൻ കവർച്ചക്കാരാണ് എന്നും നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അവർ അത്രയ്ക്ക് വെടികളൊന്നും ആയിരുന്നില്ല. കവരാൻ പോകുന്ന ബാങ്ക് പരിസരങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു സംഘം കവർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് 2005 അതായത് ഇന്നേക്ക് ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ്. ഉത്തരേന്ത്യയിൽ നിന്ന് ബംഗാളികളെ തീവണ്ടി പിടിച്ച് കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്നു തുടങ്ങുന്നതിനൊക്കെ മുമ്പുള്ള കാലമാണ്. മമ്പാട് ടൗൺ ഇന്നത്തെ മമ്പാട് ടൗൺ ആവുന്നതിനൊക്കെ മുമ്പുള്ള കാലം. ആ ടൗണിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒറ്റ നിലയുള്ള ഒരു കെട്ടിടമാണ് ഈ ബാങ്കിൻ്റേത്. ഇതിന് ചുറ്റും കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ മാത്രമാണുള്ളത്. രാത്രി ഒരു 8-8 മണിയൊക്കെ ആകുമ്പോഴേക്കും പട്ടണത്തിൽ ഒരൊറ്റ കുഞ്ഞില്ലാതെ കടകൾ അടച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങും. നഗരത്തിൽ പിന്നെ ഒന്നും കാണാനും കേൾക്കാനും ആരും ഉണ്ടാവാറില്ല. ഈയൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഒരു സംഘം മോഷ്ടാക്കൾ ഇങ്ങനൊരു കവർച്ചയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അന്ന് അവിടെ വന്നിറങ്ങിയ കവർച്ചാ സംഘം തങ്ങളുടെ ഓപ്പറേഷന് മുമ്പ് നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള റെക്കകളിൽ അവർക്ക് വലിയൊരു പാളിച്ച പറ്റിയിരുന്നു. ഈ ബാങ്ക് കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഇരുനില കെട്ടിടം കൂടി ഉണ്ടായിരുന്നു. മമ്പാട്ടുകാർ അന്ന് അണ്ണൻ ഡോക്ടർ എന്ന് വിളിച്ചിരുന്ന ഒരു തമിഴ്നാട് സ്വദേശി നടത്തിയിരുന്ന ഒരു ക്ലിനിക്ക്. പകൽ സമയത്ത് ഈ ക്ലിനിക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ വരുന്നവർക്ക് രോഗശമനം ഉണ്ടാക്കി കൊടുത്തിരുന്ന അണ്ണൻ ഡോക്ടർ രാത്രിയാവുമ്പോൾ ആ ക്ലിനിക്ക് പൂട്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയിരുന്നതും അതേ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ സെറ്റ് ചെയ്തിട്ടുള്ള അയാളുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇത് അവർക്ക് നിശ്ചയമല്ലായിരുന്നു. അപ്പോൾ ഈ ടൗണിൻ്റെ നടുക്കിരുന്നു കൊണ്ട് കോൺക്രീറ്റ് ബ്ലൈൻഡായിട്ട് ഹാമർ കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാണ് ഈ കവർച്ചാ സംഘം. അപ്പുറത്ത് ആ മേൽക്കൂരയുടെ പുറത്തിടിക്കുന്ന ഓരോ ഇടിയും ഇപ്പുറത്തെ കെട്ടിടത്തിലെ അണ്ണൻ ഡോക്ടറുടെ കട്ടിലിൽ ഒരു തരിപ്പായിട്ടാണ് പ്രതിധ്വനിക്കുന്നത്. ഉറക്കമിട്ട് ഉണർന്നപ്പോൾ അതുവരെ സ്വപ്നത്തിൽ അയാൾക്ക് അനുഭവപ്പെട്ട തരിപ്പ് വളരെ ഉച്ചത്തിലുള്ള ഇടിമുട്ടി ശബ്ദമായിട്ട് മാറുന്നു. ഇതെന്താണിത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി കേട്ടൺ മാറ്റി ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കുന്ന അയാൾ അപ്പുറത്ത് ടെറസുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കവർച്ചാ സംഘത്തിന് ഒരു നിമിഷം നേരത്തേക്കാണെങ്കിലും നേർ കാണുന്നു. ഇയാൾ നോക്കുമ്പോൾ ഒരാൾ കാവൽ നിൽക്കുകയാണ്. വേറെ 2 പേര് തുടർച്ചയായിട്ട് മേൽക്കൂരയിൽ കൂടം കൊണ്ടിങ്ങനെ ഇടിക്കുകയാണ്. വളരെ അവ്യക്തമായിട്ടാണ് എങ്കിലും ഇങ്ങനൊരു കാഴ്ച കണ്ടതും അണ്ണൻ ഡോക്ടർ ഞെട്ടി പെട്ടെന്ന് തല പിന്നിലേക്ക് വലിക്കുന്നു. ആദ്യം ചെറുതായിട്ടൊന്ന് ഭയന്നു പോകുന്ന അയാൾ പെട്ടെന്ന് തൻ്റെ മനസാന്നിധ്യം വീണ്ടെടുക്കുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ക്ലിനിക്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്നു പോകാറുള്ള അന്ന് ഹൈവേ പോലീസിലെ ഡ്രൈവറായിരുന്ന ഒരു പോലീസുകാരൻ്റെ മുഖമാണ്. അപ്പോൾ തന്നെ ഡോക്ടർ തൻ്റെ ലാൻഡ് ഫോണിൽ നിന്ന് ഇയാളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നു. ഈ CPO ആണെങ്കിൽ അന്ന് വഴിക്കടവ്, മഞ്ചേരി, മലപ്പുറം സ്റ്റേറ്റ് ഹൈവേയിൽ പെട്രോളിംഗ് നടത്തുന്ന ഹൈവേ പോലീസ് സംഘത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ ഫോൺ വന്നപാടെ ഈ CPO നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ SIയെ തൻ്റെ വയർലെസ് സെറ്റ് വഴി ബന്ധപ്പെടുന്നു. ഈ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പൊതുവെ പരിമിതമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങളെ അന്ന് മമ്പാട് പരിസരത്ത് ആക്റ്റീവായിട്ടുള്ളൂ. അങ്ങനെ ഈ ഹൈവേ പോലീസ് സംഘത്തിലെ 4 പോലീസുകാർ, നിലമ്പൂർ സ്റ്റേഷനിൽ അന്ന് രാത്രി ഉണ്ടായിരുന്ന SIയും പിന്നെ 1-2 പോലീസുകാരും കൂടി, ഇവരെല്ലാവരും കൂടി നിമിഷങ്ങൾക്കുള്ളിൽ ബീക്കണും മിന്നിച്ചുകൊണ്ട് ആ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു പാഞ്ഞെത്തുന്നു. അത് പക്ഷേ അവർക്ക് പറ്റിയൊരു പരമാബദ്ധമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഒട്ടും ഒച്ചയുണ്ടാക്കാതെ വരുന്നതിന് പകരം ആ 2 പോലീസ് പാർട്ടിയും ബീക്കണും മുഴക്കിക്കൊണ്ട് വന്നതോടെ ആ വരവ് കള്ളന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു.
പോലീസ് വന്ന് വണ്ടി നിർത്തി ഇറങ്ങി മുകളിലേക്ക് കയറി ചെന്നപ്പോഴേക്കും ടെറസിന് മേലെ ഉണ്ടായിരുന്ന സകല കവർച്ചക്കാരും ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം ചുറ്റുപാടുമൊക്കെ ടോർച്ചടിച്ച് തിരച്ചിൽ തുടങ്ങിയ പോലീസ് 2 ലൈൻ അപ്പുറത്ത് നിന്ന് അടക്കി പിടിച്ച ഞരക്കം പോലെ എന്തോ ഒന്ന് കേൾക്കുന്നു. അവിടെ ആ തെരുവിലെ ഇരുട്ടിൽ കുനിഞ്ഞിരുന്ന് ഞരങ്ങിക്കൊണ്ടിരുന്ന ആ വ്യക്തി കൊള്ളസംഘത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. ആ പാവത്തിന് ആധുനിക വൈദ്യശാസ്ത്രം ഹൈഡ്രോസിൽ ടെസ്റ്റിസ് എന്നും നമ്മൾ ലെയ്മാൻസ് ലാംഗ്വേജിൽ മണിവീക്കം, വൃഷണവീക്കം എന്നുമൊക്കെ പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. പോലീസ് അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നിറങ്ങിയപ്പോൾ അയാൾ മറ്റുള്ളവർക്കൊപ്പം ടെറസിൽ നിന്ന് ചാടി ഇറങ്ങിപ്പോയി എങ്കിലും അവർക്കൊപ്പം ഇരുട്ടിൻ്റെ മറവിലേക്ക് പാഞ്ഞ് രക്ഷപ്പെടാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല. ഓടി ക്ഷീണിച്ച് കിതച്ചവശനായി ഇടവഴിയിലെ ഇരുട്ടിൽ പതുങ്ങി നിന്ന ആ മനുഷ്യനിൽ നിന്ന് പ്രാണവേദന സഹിയാതെ വന്നപ്പോൾ പുറപ്പെട്ട ഞരക്കമാണ് നേരത്തെ നമ്മൾ കേട്ടത്. നാട്ടുകാരുടെയും പോലീസുകാരുടെയും ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ ഭയന്ന് വിറച്ചു നിന്ന് പരുങ്ങുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാളിൽ നിന്ന് തുടങ്ങുന്നത് അടുത്ത 2 പതിറ്റാണ്ട് കാലത്തോളം കേരളത്തെ കിടുകിട വിറപ്പിച്ച കുറുവ സംഘം എന്ന കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷണ സംഘത്തിൻ്റെ അതിസങ്കീർണമായ ചരിത്രമാണ്. മലയാളികൾക്ക് സ്വന്തം വീടുകളിൽ സ്വൈര്യമായി കിടന്നുറങ്ങാനോ രാത്രികാലങ്ങളിൽ സമാധാനത്തോടെ വഴി നടക്കാനോ പറ്റാത്ത വിധത്തിൽ കുറുവ മോഷണ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് നടത്തിയിട്ടുള്ള വൻ കൊള്ളകളുടെ കഥ. നാട്ടിലെ ബാങ്കുകളെയും ജ്വല്ലറികളെയും ലക്ഷ്യമിട്ട് ഈ സംഘം നടത്തിയ തേർവാഴ്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കേരള പോലീസിൻ്റെ ഉശിരന്മാരായ ഉദ്യോഗസ്ഥർ നയിച്ച അസാമാന്യമായ കുറ്റാന്വേഷണങ്ങളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. കേരളത്തിലെ പോലീസ് ഫോഴ്സും മാധ്യമങ്ങളും യൂട്യൂബർമാരും ഒക്കെ ഇന്ന് കുറുവ സംഘം എന്നോ അല്ലെങ്കിൽ കുറവ സംഘം എന്നൊക്കെ പല പേരുകളിൽ പരാമർശിക്കുന്ന ഈ കൂട്ടർ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ കുറവരാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1871 പാസ്സാക്കപ്പെട്ട ദ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്ന കരിനിയമത്തിൻ്റെ ഇരകളാണ് ഈ കുറവ സമുദായക്കാർ. അതിനു മുമ്പേ ആയിട്ട് 1836 നിലവിൽ വന്ന ദ തഗീസ് ആക്ടിൽ തന്നെ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ കൊള്ളക്കാരും ക്രിമിനലുകളുമൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള വകുപ്പുകളുണ്ടായിരുന്നു. ആദ്യം ഉത്തരേന്ത്യയിൽ മാത്രമായിട്ടും പിന്നീട് 5 വർഷത്തിന് ശേഷം ബംഗാൾ പ്രസിഡൻസിയിലും 1911 ആയപ്പോഴേക്കും മദ്രാസ് പ്രസിഡൻസിയിലും നടപ്പിലാക്കപ്പെട്ട ക്രിമിനൽ ട്രൈബ്സ് ആക്ടിൻ്റെ ബലത്തിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെ പല ഗോത്രവർഗ്ഗക്കാരെയും പൊതുവിൽ അവരുടെ ഒരു സമീപകാല ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഭൂമി കയ്യേറുക, കാട് വെട്ടിത്തെളിക്കുക തുടങ്ങിയ ചില പ്രത്യേക താല്പര്യങ്ങളുടെ നടത്തിപ്പിനു വേണ്ടിയും ജന്മനാൽ കുറ്റവാളികളായിട്ടുള്ള ഗോത്രക്കാരെന്ന് ചാപ്പ കുത്തിയിരുന്നു. ഇങ്ങനെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരുപറ്റം മനുഷ്യരെ തഗ്ഗുകളെന്ന് വിളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പ്രവർത്തിച്ചിട്ടുള്ള അന്യായങ്ങളാണ് പിന്നീട് ഉത്തരേന്ത്യയിൽ ചമ്പൽക്കാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊള്ളസംഘങ്ങൾ ഉരുവപ്പെടാനും ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ബാവരിയ, ഗുർജർ, മറവ, ഇരുള തുടങ്ങിയ ചില സമുദായങ്ങൾ ഇങ്ങനെ ജന്മനാൽ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കപ്പെടാനും ഒക്കെ കാരണമായത്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഇങ്ങനെ എൻലിസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ നീക്കങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നു. ഈ ഗോത്ര സെറ്റിൽമെൻറ്റുകളിൽ താമസിച്ചിരുന്ന മുതിർന്ന പുരുഷ അംഗങ്ങൾ ആഴ്ചതോറും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ ഗതിക്ക് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുന്നില്ല. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് രാജ്യത്ത് ആകെ 127 ക്രിമിനൽ ട്രൈബുകളിലായിട്ട് 1.3 കോടിയിൽ പരം അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് പോലീസിന് മുന്നിൽ ചെന്ന് പെടുകയാണെങ്കിൽ അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഫ്രിസ്കിങ്ങിനും പലപ്പോഴും അറസ്റ്റിനും വിധേയരായിരുന്നു. പല കോണുകളിൽ നിന്നുണ്ടായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് 1949 ഓഗസ്റ്റിൽ 24 ക്രിമിനൽ ട്രൈബ്സ് ആക്ട് മൊത്തമായിട്ട് തന്നെ സർക്കാർ റദ്ദാക്കി. 52 ഇതിന് പകരം ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആക്ട് എന്ന ഒരു പുതിയ നിയമം വന്നു. അന്നുവരെ ഈ കരിനിയമത്തിന് കീഴിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന 198 ഗോത്രവർഗ്ഗങ്ങൾ പിന്നീട് അങ്ങോട്ട് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ കാലത്ത് പൈറേറ്റ് ട്രൈബ് എന്ന് വിളിച്ച് അപമാനിച്ചുകൊണ്ട് വർഷങ്ങളോളം ബോൺ ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഗോത്രമാണ് നമ്മുടെ കുറവർ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കുറിഞ്ഞിമലയുടെ മുകളിലാണ് പണ്ട് കാലങ്ങളിലൊക്കെ കുറവർ കഴിഞ്ഞു പോന്നിരുന്നത്. കുറവൻ എന്ന തമിഴ് പദത്തിൻ്റെ അർത്ഥം ലീഡർ അഥവാ നേതാവ് എന്നാണ്. വീരഭദ്രനാണ് അവരുടെ കുലദൈവം. ദൈവം അശ്വാരൂഢനായതുകൊണ്ട് കുറവർ ഒരു കാലത്തും കുതിരപ്പുറത്തു മാത്രം സഞ്ചരിക്കാറില്ലായിരുന്നു. മലങ്കുറവർ, ഉപ്പുകുറവർ, കാവൽക്കാരക്കുറവർ, ശിംബുകുറവർ, ഇഞ്ചിക്കുറവർ, കളിഞ്ചിക്കുറവർ എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട കുറവർ തമിഴ്നാട്ടിലുണ്ട്. ഇന്ന് തമിഴ്നാട്ടിലെ സേലം, കോയമ്പത്തൂർ, ധർമ്മപുരി, മധുരൈ, തിരുവണ്ണാമലൈ, തഞ്ചാവൂർ,
കന്യാകുമാരി ജില്ലകളിൽ ഇവരുടെ സെറ്റിൽമെൻറ്റുകളുണ്ട്. കുറുവരെക്കുറിച്ചുള്ള കൂടുതൽ ചരിത്ര വസ്തുതകൾ നമുക്ക് മീന രാധാകൃഷ്ണ ദ ഹിന്ദു സൺഡേ മാഗസിനിൽ എഴുതിയ ഡിസോണേഡ് ബൈ ഹിസ്റ്ററി എന്ന പഠനത്തിൽ കാണാം. അതുപോലെ ബദ്രി നാരായണസ്വാമി എഴുതിയ ദ കേഴ്സ്ഡ് ലാൻഡ്, സപ്തഭൂമി, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പുസ്തകത്തിലും കുറുവ സമുദായത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനാകും. കേരളത്തിലേക്ക് വല്ലപ്പോഴുമൊക്കെ കടന്നു വന്ന് കൊള്ളകൾ നടത്തി മുതലുമായിട്ട് തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ ആ മുതൽ വെച്ച് സുഭിക്ഷമായിട്ട് കഴിഞ്ഞുകൂടുന്ന ക്രിമിനൽ സംഘങ്ങളെ കേരള പോലീസ് കുറുവ സംഘം എന്ന് ഇപ്പോൾ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ കൃത്യമായ ധാരണ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം തമിഴ്നാട്ടിൽ നമ്മളിങ്ങനെ ഈ തിരുട്ടു ഗ്രാമം എന്നൊക്കെ വിളിക്കുന്നത് പോലെ മോഷണം തൊഴിലാക്കിയ ആളുകൾ കൂട്ടത്തോടെ പാർക്കുന്ന സെറ്റിൽമെൻറ്റുകൾ നിരവധിയുണ്ട്. ആ സെറ്റിൽമെൻറ്റുകൾ പലതും പക്ഷേ പല ജാതിക്കാരുടെയുമാണ്. അതെല്ലാം ഒന്നും കുറുവ ഗോത്രത്തിൽപ്പെട്ടവരുടെ അല്ല. ഇനി ആണെങ്കിൽ തന്നെ ഒരു സെറ്റിൽമെൻറ്റിലെ താമസക്കാർ മുഴുവനും തന്നെ എൻ ബ്ലോക്കായിട്ട് മോഷ്ടാക്കളാകണം എന്നുമില്ല. നമ്മൾ മമ്പാട്ടെ കേസിലേക്ക് മടങ്ങി വന്നാൽ പിടിയായ വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ അവരോട് പറഞ്ഞ പേര് വേലായുധൻ എന്നായിരുന്നു. അത് പക്ഷേ ഒരു കള്ളപ്പേരായിരുന്നു. സ്വദേശമെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞ കോയമ്പത്തൂർ അടുത്തുള്ള റെയിൽവേ പുറമ്പോക്ക് ഏരിയ ആയിട്ടുള്ള കരൂർ അതും വ്യാജമായിരുന്നു. ഇങ്ങനെ പിടിക്കപ്പെട്ട ആളുടെ ഒരു ഏകദേശ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ നല്ല ഫിറ്റായിട്ടുള്ള ബോഡി, ഏകദേശം ഇരുനിറം, ഏതാണ്ട് ചതുരമുഖം, അത്യാവശ്യം മുടി, സാമാന്യം കട്ടിയുള്ള മീശ. ഇയാളെ തലങ്ങും വിലങ്ങും ആവർത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഇയാൾ വാ തുറന്ന കള്ളമല്ലാതെ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. അന്വേഷണ സംഘം സാമദാന ഭേദദണ്ഡങ്ങൾ പ്രയോഗിച്ചിട്ടും ഒരു തരത്തിലും ഇൻട്രോഗേഷനോട് ഇയാൾ സഹകരിക്കാൻ കൂട്ടാക്കുന്നില്ല. നേർവഴിക്ക് ശ്രമിച്ചിട്ട് ഒരു ഫലവും കിട്ടാതെ വന്നപ്പോൾ കേരള പോലീസ് അയാളെ കവച്ചു വെക്കുന്ന ഒരു ബുദ്ധി ഉപയോഗിച്ചു. അയാൾക്ക് മുന്നിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു എന്നൊരു പ്രതീതി ഉണ്ടാക്കി. കുറച്ച് ദിവസത്തേക്ക് ഇയാളുടെ ദേഹത്ത് കൈവയ്ക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഇയാളെ തീർത്തും അവഗണിച്ചുകൊണ്ട് ദിവസങ്ങളോളം ഇങ്ങനെ നിരീക്ഷണത്തിൽ സൂക്ഷിച്ചു. ഇയാൾ കഴിഞ്ഞിരുന്ന സ്ഥലത്തേക്ക് പിന്നീട് ചാർജ് ചെയ്യപ്പെട്ട കേസുകളിലെ കസ്റ്റഡി പ്രതികളെ ഇവർ തുടർച്ചയായിട്ട് കയറ്റിവിട്ടു. അധികം വൈകാതെ ഇയാളുടെ പോലീസ് നിരീക്ഷണത്തിലുള്ള ജീവിതം ഒരു റുട്ടീനിലേക്ക് വഴുതി വീണു. അങ്ങനെ ചോദ്യം ചെയ്യുകയാണ് എന്ന ബോധ്യം പതുക്കെ ഇയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയപ്പോൾ പോലീസ് തങ്ങളോട് സഹകരിക്കുന്ന പ്രദേശവാസിയായിട്ടുള്ള ഒരു തമിഴ് കള്ളനെ പതുക്കെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവർ ഒരേ നാട്ടുകാരാണ്, മോഷ്ടാക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു കംറേഡറി അവർക്കിടയിൽ മെല്ലെ മെല്ലെ ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇയാൾ ഈ തമിഴ് കള്ളനോട് തൻ്റെ യഥാർത്ഥ പേര് അറിയാതെ വെളിപ്പെടുത്തുന്നു. അയാളുടെ പേര് ഏഴുമല എന്നാണ്. സ്വദേശം തമിഴ്നാട്ടിലെ കല്ലൈക്കുറിച്ചി ജില്ല. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം പിടികൂടിയ കള്ളൻ്റെ യഥാർത്ഥ പേരും നാടുമൊക്കെ കിട്ടിയതോടെ അയാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പോലീസിന് ധൈര്യം കിട്ടി. കോടതിയാണെങ്കിൽ അയാളെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ തന്നെ തിരികെ വിടുകയും ചെയ്തു. അങ്ങനെ ഇതുവരെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ പോലീസിൻ്റെ ഒരു സംഘം ഇയാളുടെ കൂട്ടാളികളെ തിരഞ്ഞ് തമിഴ്നാടിൻ്റെ അതിർത്തി താണ്ടി കല്ലൈക്കുറിച്ചിയിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ എത്തിയ ശേഷം അടുത്തുള്ള തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരുടെ ലോക്കൽ സപ്പോർട്ട് ചോദിച്ചു വാങ്ങി അവരുടെ വാഹനത്തിൽ തന്നെ സംഘം ഈ ഏഴുമലയുടെ വീടും തപ്പിയിറങ്ങി. ഈ ഏഴുമലയുടെ വീട് നിൽക്കുന്നത് കുറേയധികം സാധാരണ വീടുകൾ ഒന്നിച്ചുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയിലാണ്. അവിടെയുള്ളതെല്ലാം ഒറ്റനില വീടുകളാണ്. ഓടിട്ടതും ടെറസിട്ടതുമായിട്ടുള്ള വീടുകൾ ഇടകലർന്നുണ്ട്. ഈ ഒരു വീടിനും കോമ്പൗണ്ട് വാളോ ഗേറ്റോ ഒന്നുമില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒക്കെ സാധാരണ വീടുകൾ മാത്രമാണ്. എന്നാൽ ഈ വീടുകളിൽ പലതിൻ്റെയും ഉള്ളിൽ അന്ന് നമ്മുടെ നഗരങ്ങളിലെ വീടുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന പല സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ പോലും യുവാക്കളായിട്ടുള്ള ആണുങ്ങൾ ഇല്ലായിരുന്നു എന്നത് പോലീസുകാർ പ്രത്യേകം നോട്ട് ചെയ്തു. സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ നന്നേ സുഖമില്ലാത്ത വൃദ്ധരായിട്ടുള്ള പുരുഷന്മാരും മാത്രമായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. ഏഴുമലയെ തേടി അങ്ങനെ കല്ലൈക്കുറിച്ചിയിലെത്തിയ ശേഷം മാത്രമാണ് തങ്ങൾ അന്വേഷിച്ചു വന്ന കൂട്ടർ ഒരു തിരുട്ടുഗ്രാമം മോഡലിൽ കഴിയുന്നവരാണ് എന്ന് കേരള പോലീസ് സംഘത്തിന് ബോധ്യപ്പെടുന്നത്. ഈ ഒരു സന്ദർശനത്തിനിടയ്ക്കാണ് കേരള പോലീസ് അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു കോൺടാക്ട് പോയിന്റ് വീണ് കിട്ടുന്നത്. അതായിരുന്നു കണ്ണൻ എന്നു പേരുള്ള തമിഴ്നാട് പോലീസിലെ ഒരു സീനിയർ ഓഫീസർ. നല്ല വട്ടമുഖം, ലേശം കഷണ്ടിയുണ്ട്, കപ്പട മീശയുണ്ട്. ഒരു ഏക്കർ പറമ്പിൻ്റെ നടുക്കായിട്ട് സാമാന്യം നല്ലൊരു മാളികയൊക്കെ പണിത് വെച്ച് ഏതാണ്ടൊരു ഗൗണ്ടർ സെറ്റപ്പിലാണ് അയാൾ അവിടെ കഴിഞ്ഞു പോന്നിരുന്നത്. അപ്പോഴും പണി നടന്നുകൊണ്ടിരുന്ന ആ വലിയ വീട് മുഴുവൻ ദൈവങ്ങളുടെ ഫോട്ടോ ആയിരുന്നു. ഈ കണ്ണൻ പോലീസാണ് കേരളത്തിൽ നിന്ന് വന്ന സംഘത്തോട് തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ചില റോബറി ഗ്യാങ്ങുകളെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഈ റോബറി ഗ്യാങ്ങുകളിൽ പെട്ട പലരുടെയും പേരുകളും ഈ കണ്ണൻ പോലീസ് വഴിക്ക് അന്ന് കേരള പോലീസ് സംഘത്തിന് കിട്ടുന്നുണ്ട്. ഈ കണ്ണൻ പോലീസിന് വേറെ ഒരു ഹോബി കൂടി ഉണ്ടായിരുന്നു. തൻ്റെ സുദീർഘമായിട്ടുള്ള പോലീസ് ജീവിതത്തിനിടയ്ക്ക് അന്വേഷിച്ച് പിടികൂടിയിട്ടുള്ള ക്രിമിനലുകളുടെയൊക്കെ ഓരോ മഗ്ഷോട്ടുകൾ അയാൾ സ്വന്തം പേഴ്സണൽ ആൽബത്തിൽ കൂടി സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതിൽ നിന്ന് തപ്പി
പല കുറ്റവാളികളുടെയും ഫോട്ടോ അന്ന് കണ്ണൻ പോലീസ് കേരള സംഘത്തെ കാണിക്കുന്നു. ഈ കൂട്ടത്തിൽ കൃഷ്ണമൂർത്തി, വേലായുധൻ എന്നിങ്ങനെ പലരുടെയും അന്നോളം കണ്ടിട്ടില്ലാത്ത അപൂർവ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ ചിലതിൻ്റെയൊക്കെ പകർപ്പുകൾ കൂടി ശേഖരിച്ചിട്ടാണ് അന്ന് കേരള പോലീസിൻ്റെ ടീം മടങ്ങിപ്പോരുന്നത്. എന്നാൽ അന്വേഷണം ഇത്രയും എത്തിയതിനു ശേഷവും കോടതി സമക്ഷം ബോധിപ്പിക്കാൻ വേണ്ട സുവ്യക്തമായ തെളിവുകളോ അല്ലെങ്കിൽ മമ്പാട് കേസിലെ ഏഴുമല ഒഴിച്ചുള്ള ബാക്കി അംഗങ്ങളിലേക്ക് നയിക്കുന്ന തുമ്പുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ അന്ന് അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. ദ ഇൻവെസ്റ്റിഗേഷൻ ടീം വാസ് ലിറ്ററലി ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കേസിൻ്റെ അന്വേഷണം അധികം വൈകാതെ തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ വരുന്നു. ഇനിയാണ് നമ്മൾ കല്ലേക്കുറിച്ചിയിൽ പോയി നടത്തിയ അന്വേഷണത്തിനിടയ്ക്ക് പോലീസിന് കിട്ടിയ ഒരു ചെറിയ ഡീറ്റെയിൽ ഗുണം ചെയ്യാൻ പോകുന്നത്. അവരവിടെ വെച്ച് പരിചയപ്പെട്ട, അവരോട് തരക്കേടില്ലാതെ സഹകരിച്ച ഈ കണ്ണൻ സാർ ആളൊരു വലിയ അയ്യപ്പ ഭക്തനാണ്. കല്ലേക്കുറിച്ചിയിൽ നിന്ന് ടീം മടങ്ങി വന്നതിൻ്റെ അടുത്ത ആഴ്ചകളിലൊന്നിൽ കണ്ണൻ സാറിൻ്റെ ഫോണിൽ നിന്ന് ഒരു വിളി കേരള പോലീസ് ടീമിലെ ഒരു ഓഫീസറെ തേടിയെത്തുന്നു. അദ്ദേഹം മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് വ്രതമെടുത്ത് നിൽക്കുകയാണ്. സന്നിധാനത്ത് വരുമ്പോൾ തൊഴാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കണം, ഒന്ന് സഹായിക്കണം. നമ്മുടെ കേരള പോലീസിന് അത് ഏതു 11 മണിക്കൂറിൽ വന്ന് പറഞ്ഞാലും വെറും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ സാധിക്കാൻ പറ്റുന്ന ഒരു സേവനമാണ്. ഇതിനുവേണ്ടിയാണ് കണ്ണൻ സാർ താണുകയാണ് അപേക്ഷിക്കുന്നത്. അവരാണെങ്കിൽ അത് നിഷ്പ്രയാസം സാധിച്ചു കൊടുക്കുന്നു. കണ്ണൻ സാർ മനം കുളിർക്കെ നിന്ന് അയ്യപ്പനെ തൊഴുതു മടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തന്നോട് കേരള പോലീസ് കാണിച്ച ആതിഥ്യ മര്യാദയ്ക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള ത്വര അതിനുശേഷം തിരിച്ച് നാട്ടിൽ പോയപ്പോൾ കണ്ണൻ സാറിനും ഉണ്ടാവുന്നു. നാട്ടിൽ ചെന്ന് മാലയുരിയതിന് പിന്നാലെ അദ്ദേഹം തമിഴ്നാട് പോലീസിൻ്റെ ആർക്കൈവ്സിൽ ചെന്ന് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ഇളക്കി മറിച്ച് പരിശോധിക്കുന്നു. ഈ പരിശോധനയിൽ അതിനിർണായകമായിട്ടുള്ള വിവരം കണ്ണൻ പോലീസിന് കിട്ടുന്നു. കൃഷ്ണമൂർത്തി എന്ന പേര് ഈ അടുത്ത ദിവസങ്ങളിലൊന്നിൽ തമിഴ്നാട് പോലീസിൻ്റെ ക്രൈം ഫയൽസിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. സംഗതി വെറും ഒരു ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കേസാണ്. റൂട്ടീൻ കോമ്പിങ്ങിനിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത ഇദ്ദേഹത്തെ വിവരങ്ങൾ എഴുതിയെടുത്ത് ഫൈൻ അടപ്പിച്ച് വിടുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണമൂർത്തിയുടെ മുഖം പരിചയമുള്ളത് ഒരിക്കലെങ്ങാണ്ട് അയാളെ ഏതോ ഒരു റോബറി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണൻ പോലീസിന് മാത്രമാണ്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിന് ഇയാളെ പിടിച്ച പോലീസുകാർ നിലവിൽ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ ഇയാൾ വാണ്ടഡ് അല്ലാതിരുന്നതുകൊണ്ട് അയാളെ ഫൈൻ അടിച്ച് റിലീസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇയാളെ അന്ന് റിലീസ് ചെയ്തുവെങ്കിലും കൃഷ്ണമൂർത്തി എന്ന കള്ളൻ്റെ ഫോൺ നമ്പർ ഇങ്ങനെ കേരള പോലീസിന് കിട്ടുന്നു. അങ്ങനെ കൃഷ്ണമൂർത്തി എന്ന കവർച്ചാ സംഘത്തിലെ അംഗത്തിൻ്റെ മൊബൈൽ നമ്പർ കിട്ടിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ട്രേസ് ചെയ്യാൻ പോലീസിന് സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും അവർ ഈ നമ്പർ നിരീക്ഷണത്തിൽ വെക്കുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലത്തേക്ക് കാര്യമായ ഡെവലപ്മെൻ്റ് ഒന്നും തന്നെ ഈ കേസിൽ നടക്കുന്നില്ല. കേരളത്തിൻ്റെ പ്രഭാതം പൊട്ടിവിടരുന്നത് ഞെട്ടിക്കുന്ന ഒരു ബാങ്ക് കവർച്ചയുടെ വാർത്തയുമായിട്ടാണ്. തലശ്ശേരിക്കടുത്തുള്ള പൊന്ന്യം സർവീസ് സഹകരണ ബാങ്കിൽ ഒരു വമ്പൻ കവർച്ച നടന്നിരിക്കുന്നു. 23 കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കളവ് പോയിരിക്കുന്ന പ്രധാന മുതൽ. ഓരോ ബാങ്ക് റോബറിയുടെയും ക്രൈം സീനുകളിൽ അത് വിശദമായിട്ട് കോംബ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ കാത്ത് ചില സവിശേഷ അടയാളങ്ങൾ കിടപ്പുണ്ടാവും. പൊന്ന്യം ബാങ്ക് കവർച്ചയുടെ ക്രൈം സീനിലും ഉണ്ടായിരുന്നു ആരെത്ര മായ്ച്ചാലും മായാത്ത ചില സവിശേഷ മുദ്രകൾ. ഒന്നാമത്തെ കാര്യം, ഈ ബാങ്ക് കെട്ടിടത്തിൻ്റെ ചുമര് തുരന്ന് അകത്ത് കയറിയിട്ടുള്ള സംഘം അതിൻ്റെ സ്ട്രോങ് റൂം കൂടി തകർത്തിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഈ കേസിൽ ഗ്യാസ് കട്ടർ കൊണ്ട് അറുത്തു മുറിക്കുന്ന പതിവ് രീതിക്ക് പകരം ഒരു പ്രത്യേകതരം ഉളി കൊണ്ട് അടിച്ചിട്ട് ചുവര് അടർത്തിയെടുത്തിരിക്കുകയാണ്. രണ്ടാമത്, കവർച്ചയിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന 2 ആയുധങ്ങൾ, ഒരു ഉളി, ഒരു മുട്ടി, ഇത് രണ്ടും ആ സംഭവ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, സാധാരണഗതിക്ക് സ്വർണത്തിന് വേണ്ടി സേഫും മറ്റും പ്രതികൾ പരതിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ വിരലടയാളങ്ങൾ ഈ സേഫുകളിൽ പതിയേണ്ടതാണ്. അപ്പോൾ ഈ വിരലടയാളങ്ങൾ പകർത്തിയെടുത്ത് കേരള പോലീസിൻ്റെയോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് ഫോഴ്സിൻ്റെയോ ഒക്കെ ഫിംഗർ പ്രിൻറ്റ് റെപ്പോസിറ്ററിയിലെ ഡാറ്റയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രതി ആ കൂട്ടത്തിൽ തടയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫോറൻസിക്കാരെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഓഫീസർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈയൊരു അന്വേഷണ സാധ്യതയ്ക്ക് തുരങ്കം വയ്ക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ കവർച്ച പൂർത്തിയായ ഉടനെ ഈ സ്വർണം സൂക്ഷിച്ച സേഫും മറ്റും കള്ളന്മാർ വെള്ളമൊഴിച്ച് കഴുകിയിട്ടുണ്ട്. അതുപോലെ ഏറെ രസകരമായിട്ടുള്ള മറ്റൊരു ഒബ്സർവേഷൻ ഉള്ളത്, ഈ കെട്ടിടത്തിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ മാങ്ങക്കെറിയുന്ന വലിപ്പത്തിലൊക്കെയുള്ള കുറേ കല്ലുകൾ കൂന കൂട്ടി വെച്ചിട്ടുണ്ട്. അഥവാ ഇനി പാതിരാത്രി ഓപ്പറേഷൻ നടക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും ശബ്ദം കേട്ട് വരികയാണെങ്കിൽ അവരെ എറിഞ്ഞോടിക്കുന്നതിന് വേണ്ടി ആയിരിക്കും ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് കള്ളന്മാർ ഇങ്ങനെ കല്ല് കൂന കൂട്ടി വെച്ചിട്ടുണ്ടാവുക. ഈ ക്രൈം സീന് കണ്ടപാടെ തലയ്ക്കുള്ളിൽ ഒരു വണ്ട് മുരളാൻ തുടങ്ങിയ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള അന്നത്തെ കണ്ണൂർ ഡിവൈഎസ്പി ആയിട്ടുള്ള PP സദാനന്ദൻ. ഈ വിശദാംശങ്ങൾ കണ്ടപാടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പഴയ കേസന്വേഷണങ്ങളുടെയും ഓർമ്മകൾ തിരയടിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ ടേപ്പ് പതിയെ തിരിഞ്ഞ് പുറകിലേക്ക് സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും മന്ത്രിച്ചു. ഈ കാണുന്ന പാറ്റേൺ ഇത് ആദ്യത്തേതല്ല. മുമ്പ് എന്നോ എവിടെയോ നടന്ന ഏറെ പ്രമാദമായിട്ടുള്ള മറ്റേതോ റോബറിയുടെ
ക്രൈം സീൻ ഫോട്ടോകളിൽ ഇതേ ഡിറ്റോ സാധനങ്ങൾ താൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഏതാണ് എന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അത് ആലോചിച്ച് ജീപ്പിനടുത്തേക്ക് നടന്നു ചെല്ലുന്ന അദ്ദേഹം തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ പഴയ ചില കുറിപ്പുകൾ പരിശോധിച്ചു. ആ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നത് ദക്ഷിണേന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പ്രമാദമായിട്ടുള്ള പല ബാങ്ക് കവർച്ചാ സംഭവങ്ങളുടെയും വിശദമായിട്ടുള്ള നോട്ടുകളാണ്. ആ കൂട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു ഇൻസ്പെക്ടർ കൈമാറിയ അവിടെ നടന്ന ഒരു ബാങ്ക് കവർച്ചാ പരമ്പരയെ സംബന്ധിച്ചുള്ള ഒരു പഠനവും ഉണ്ടായിരുന്നു. അതിൽ കൂടെ കുറേയധികം ഫോട്ടോകൾ കൂടി ഉണ്ടായിരുന്നു. ആ ഫോട്ടോകളിലൂടെ തിരഞ്ഞ് ചെന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അതിലൊരു ചിത്രം എത്തിയപ്പോൾ അതിൽ ഉടക്കി നിൽക്കുന്നു. ഏതോ ഒരു പഴഞ്ചൻ കെട്ടിടത്തിൻ്റെ അരികിൽ കിടക്കുന്ന ഒരു ഉളിയും മുട്ടിയും, പുണ്യം ബാങ്കിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടെടുത്ത അതേപോലെയുള്ള ഒരു ഉളിയും മുട്ടിയും. ഇത്രയും ആയതോടെ ഡിവൈഎസ്പി സദാനന്ദൻ്റെ മനസ്സിലെ സംശയം പൂർണ്ണ ബോധ്യത്തിന് വഴിമാറി. അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, ഇത് INR ഗ്യാങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്പിൻ ഓഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുറവ സംഘത്തിൻ്റെ പണിയാണ്. എ പോലീസ് സ്റ്റഡി ഓൺ കുറവ ഗ്യാങ് എന്ന പേരിൽ തമിഴ്നാട്ടിലെ ഒരു IG ഈ സംഘത്തെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു പ്രൊഫൈലിംഗ് നടത്തിയതിൻ്റെ കോപ്പി കൂടി ഡിവൈഎസ്പി സദാനന്ദൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ ഡിവൈഎസ്പി സദാനന്ദൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രം കേരളത്തിൽ തന്നെ അതിനു മുമ്പ് നടന്ന പല ബാങ്ക് കവർച്ചകളെയും പോലീസ് അന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. അതോടെ ഒരു കാര്യം കൂടി അവർക്ക് ബോധ്യപ്പെടുന്നു, ഈ പൊന്നത്തെ കവർച്ച മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന പല ബാങ്ക് കവർച്ചകളും ഇതുപോലെ തന്നെ കാര്യമായിട്ടുള്ള സമാന സ്വഭാവമുള്ളതാണ്. മലപ്പുറത്തെ തിരുനാവായ ബാങ്കിൽ നിന്ന് 25 കിലോ സ്വർണം നേരത്തെ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ബാങ്കിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് 40 കിലോയിലധികം സ്വർണ്ണമാണ്. ഇതുകൂടാതെ മധ്യ കേരളത്തിലൊരു ജ്വല്ലറി കവർച്ച പരമ്പര കൂടി ഇവർ നടത്തിയിട്ടുണ്ട്. ഇത്രയും ആയപ്പോൾ അന്ന് ഈ കേസന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച ADGP കുന്ദൻ സിംഗ് ജാങ്പങ്കി IPS കവർച്ചയുടെ പിറകിൽ ആരായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഈ കേസിൽ കൺസൾട്ട് ചെയ്ത എല്ലാ പോലീസ് ഓഫീസർമാരോടും അഭിപ്രായം ചോദിക്കുന്നു. തൻ്റെ അന്വേഷണത്തിൻ്റെ ഫലത്തിൽ INR സംഘത്തിലെ അംഗങ്ങളുടെ പേരുകൾ സഹിതം ഇവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് DYSP സദാനന്ദൻ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു റിപ്പോർട്ടായിട്ട് ആ കാര്യം എഴുതി തന്നെ കൊടുക്കണം എന്നായി ADGP. ആ നിർദ്ദേശപ്രകാരം ടൈപ്പ് ചെയ്ത ഒരു റിപ്പോർട്ട് തന്നെ DYSP സദാനന്ദൻ ADGPയുടെ സമക്ഷത്തിൽ സമർപ്പിക്കുന്നു. DYSP സദാനന്ദനാണെങ്കിൽ കണ്ണൂർ ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയിലുള്ള കൃത്യാനന്തര ബാഹുല്യത്തിനിടയ്ക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്ത് നടന്നിട്ടുള്ള ഈ കേസിൻ്റെ അന്വേഷണങ്ങളിൽ കൂടുതൽ സഹകരിക്കാനുള്ള അവസരവും കൈവരുന്നില്ല. അന്ന് പ്രാദേശികമായിട്ടുള്ള പല സംഘങ്ങൾക്ക് നേരെ കൂടി ഈ അന്വേഷണം നീളുന്നുണ്ട്. അങ്ങനെ പല വഴിക്കും നീങ്ങിയ അന്വേഷണത്തിനിടയ്ക്ക് INR സംഘത്തെയും അന്വേഷിച്ചുവെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഒടുവിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ചുരുക്കത്തിൽ അന്വേഷണം സാവകാശത്തിൽ പാളം തെറ്റി എന്ന് തന്നെ പറയാം. അങ്ങനെ വർഷം ഒന്ന് കഴിയുന്നു. പതുക്കെ ഈ കേസിന് തുമ്പില്ലാതെ ആവുകയാണ്. പക്ഷെ അത് കേരളത്തിൻ്റെ മണ്ണിൽ നടന്ന അവസാനത്തെ ബാങ്ക് കവർച്ച ആയിരുന്നില്ല. ഈ സംഭവം നടന്ന് മാസങ്ങൾക്കുള്ളിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2009 ജൂൺ 17-ാം തീയതി അടുത്ത വമ്പൻ കവർച്ച നടക്കുന്നു. കാസർഗോഡ് പെരിയ ഗ്രാമീൺ ബാങ്കിലായിരുന്നു അടുത്ത കവർച്ച. ഇത്തവണ മോഷണം പോയിട്ടുള്ളത് 30 കിലോയിലധികം സ്വർണ്ണമാണ്. പോലീസ് അവരുടേതായിട്ടുള്ള മാർഗങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കൃഷ്ണമൂർത്തി ഈ സമയത്ത് ആക്റ്റീവാണ് എന്ന് മനസ്സിലാവുന്നു. കൃഷ്ണമൂർത്തിക്കാണെങ്കിൽ അടുത്തിടെ കാര്യമായിട്ട് എന്തോ തടഞ്ഞ മട്ടുണ്ട് എന്ന് DYSP വിക്രമന് അദ്ദേഹത്തിന് വളരെ വിശ്വസ്തനായിട്ടുള്ള സോഴ്സ് അന്ന് വിവരം കൊടുക്കുകയും, അങ്ങനെ കൃഷ്ണമൂർത്തിയുടെ ഫോൺ നമ്പറിൻ്റെ CDR അന്ന് അവർ എടുക്കുകയും ആ ഫോണിനെ തുടർച്ചയായിട്ട് നിരീക്ഷണത്തിൽ വെക്കുകയും ചെയ്തു. കൃഷ്ണമൂർത്തി പെരിയ റോബറി കഴിഞ്ഞ് അധികം വൈകാതെ ഒരു ദിവസം തലശ്ശേരിയിലുള്ള ആരോ ആയിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പേര് ഹനീഫ. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഈ കൃഷ്ണമൂർത്തിയുടെ ഭൂതകാലം ചികഞ്ഞ് ചെല്ലുമ്പോൾ അയാൾക്ക് കണ്ണൂരുമായിട്ട് അല്ലെങ്കിൽ തലശ്ശേരിയുമായിട്ട് സ്വാഭാവിക ബന്ധമുള്ള ഒരാളാണ്. കുട്ടിക്കാലത്ത് ഇയാളുടെ കുടുംബമടക്കം നിരവധി തമിഴ്നാട് സ്വദേശികൾ കൂട്ടത്തോടെ കണ്ണൂർ ഭാഗത്തേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. പാതയോരങ്ങളിൽ കുടില് കെട്ടി പാർത്തിരുന്ന ഇവരിലെ പുരുഷന്മാർ പകൽ സമയത്ത് ആക്രി ശേഖരിച്ച് വിൽക്കുകയാണ് പതിവ്. ചിലർ കക്കൂസ് വൃത്തിയാക്കുന്ന തൊഴിലിലും അന്ന് ഏർപ്പെട്ടിരുന്നു. എന്തായാലും അതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ച് കൃഷ്ണമൂർത്തി ഈ തലശ്ശേരിക്കാരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെറുതെ ആവാൻ തരവില്ല. എന്തായാലും ഈ ഹനീഫയെ പൊക്കാൻ വേണ്ടി സ്ക്വാഡ് അംഗങ്ങൾ വണ്ടി വിളിച്ച് രാത്രി തന്നെ തലശ്ശേരിക്ക് വെച്ച് പിടിച്ചു. അവർ നേരെ പോയിട്ട് ഇയാളെ പിടിച്ചു. ഈ ഹനീഫ വിവാഹത്തിനുള്ള റെൻ്റൽ ഷോപ്പ് നടത്തുന്ന പാത്രങ്ങളും കസേരകളും ഒക്കെ പന്തൽ ഐറ്റംസും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്. ഇയാൾക്ക് ആക്രി കച്ചവടത്തിൻ്റെ ഒരു ഷോപ്പ് വേറെയുമുണ്ട്. ഇങ്ങനെ പിടിയിലാവുന്ന ഹനീഫയെ പോലീസ് സംഘം ഒരു സ്വകാര്യ ഇടത്തേക്ക് കൊണ്ടുവന്ന് വളരെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു. ഹനീഫയുടെ കാര്യത്തിലാണെങ്കിൽ പക്ഷേ നേരത്തെ കുറവാ സംഘത്തിൽപ്പെട്ടവരെ പിടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളൊന്നും തന്നെ പോലീസിന് ഉണ്ടായതേയില്ല. ഈ ഹനീഫയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. തലശ്ശേരിയിൽ പുയ്യാപ്പിള രീതിയിൽ സാമാന്യം വകയുള്ള ഒരു ഭാര്യ വീട്ടിൽ കഴിയുന്ന ആളാണ്. 2 പെൺമക്കളൊക്കെ ഉണ്ട്. ഇയാളെ പോലീസ് തലശ്ശേരി ചെന്ന് ലോക്ക് ചെയ്തപ്പോൾ ഇയാൾ ഭാര്യയ്ക്കും പെൺമക്കൾക്കും ഒപ്പം ഒരു വാഗണാർ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പോലീസ് ഈ കാര്യം ചെന്ന് അയാളോട് പറഞ്ഞതും ഇയാൾ സാഷ്ടാംഗം വീണു.
വീട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ നാറ്റിക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം എന്ന അയാൾ. പോലീസ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ കാര്യം സമ്മതിച്ചു. ഇയാളെ കൃഷ്ണമൂർത്തി വിളിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇയാൾ വിളിക്കുന്നത്. ഇതിനു മുമ്പ് ചുരുങ്ങിയതൊരു 3 വട്ടമെങ്കിലും വിളിയും കാഴ്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിക്ക് ഇയാൾ ബാംഗ്ലൂരിലേക്ക് ഹനീഫയെ വിളിച്ചു വരുത്തും. അവിടെ വെച്ച് ഏതാണ്ടൊരു 1.5 കിലോയോളം സ്വർണം കൈമാറും. ഇയാൾ ഹനീഫയോട് പറഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് നിധി കിട്ടിയതാണ്, അധികാരികൾ അറിഞ്ഞാൽ അത് ഗവൺമെൻറ് കൊണ്ടുപോകും, അതുകൊണ്ട് രഹസ്യമായിട്ട് വിറ്റ് തരണം എന്നാണ്. ഇങ്ങനെയാണ് ഹനീഫ പറഞ്ഞതെങ്കിലും ഇത് കളവ് മുതലാണ് എന്ന കാര്യം ഇയാൾക്കും നല്ല നിശ്ചയമുണ്ടായിരുന്നുവെന്ന് പോലീസുകാർക്ക് ബോധ്യപ്പെടുന്നു. ഈ കൃഷ്ണമൂർത്തി പണ്ട് കുട്ടിക്കാലത്ത് ആക്രി പെറുക്കി തലശ്ശേരി ഭാഗത്ത് കഴിഞ്ഞിരുന്ന കാലത്ത് ആക്രി വെക്കാൻ വേണ്ടി ഷോപ്പിൽ വന്ന് കണ്ടുള്ള പരിചയമാണ് ഹനീഫയുമായിട്ട് ഇയാൾക്കുള്ളത്. അതിൻ്റെ ബലത്തിലാണ് ഈ ഇടപാടുകളൊക്കെ നടന്നിട്ടുള്ളതും ഹനീഫ ഇയാൾക്ക് പരിചയമുള്ള പല ജ്വല്ലറി കൊണ്ട് വിറ്റ് കാശാക്കിയിട്ട് ഇയാൾക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളതും. ഇങ്ങനെ കിട്ടുന്ന പണത്തിൻ്റെ ഒരു പങ്ക് തൻ്റെ ലാഭമായിട്ട് എടുത്ത ശേഷം ബാക്കി തുക തിരികെ ബാംഗ്ലൂരിൽ ചെന്ന് കൃഷ്ണമൂർത്തിക്ക് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ പലതും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നോ ഒക്കെ സ്വർണം മോഷ്ടിക്കുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമുള്ള പണിയാണ്. ഒരു കമ്പിപ്പാരയോ സ്ക്രൂ ഡ്രൈവറോ ഒരു ഹാക്സോ ബ്ലേഡോ ഒക്കെ കയ്യിലുള്ള അസാമാന്യമായിട്ടുള്ള ധൈര്യവും മോഷണ മികവുമുള്ള ഏതൊരാൾക്കും രാത്രി ഒരു 1.5 മണിക്കൂർ നേരം മെനക്കെട്ടാൽ സ്വർണം എത്ര കിലോ വേണമെങ്കിലും കവർന്നെടുക്കാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ ഇങ്ങനെ കവർന്നെടുക്കുന്ന സ്വർണം വിറ്റ് കാശാക്കുക അത്ര എളുപ്പമുള്ള പണിയല്ല. മോഷ്ടിക്കേണ്ടത് രാത്രിയുടെ ഇരുട്ട് കൊടുക്കുന്ന സംരക്ഷണത്തിലാണ് എങ്കിൽ സ്വർണം വിറ്റൊഴിവാക്കേണ്ടത് പട്ടാപ്പകൽ തലങ്ങും വിലങ്ങും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള ജ്വല്ലറികളിൽ മോഷണം മുതൽ നേരിട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇപ്പം നിങ്ങളിൽ പലർക്കും തന്നെ ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യം തന്നെ ഈ ആഭരണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. തലങ്ങും വിലങ്ങും അത് പരിശോധിക്കും, അതിന് ഹോൾമാർക്ക് ഉണ്ടോ എന്ന് നോക്കും, തൂക്കിയിട്ട് എത്ര പവനുണ്ടെന്ന് നോക്കും, ഏറ്റവും ഒടുവിലായിട്ട് അവരത് മാറ്റുരച്ച് നോക്കും. എന്നിട്ട് ഇത് സ്വർണ്ണമാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അത് മുഴുവൻ ഉരുക്കി തൂക്കി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തരാനുള്ള തുക അവർ നിശ്ചയിക്കുക. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന ഒന്നാണ്. ഇതിനിടയ്ക്ക് സ്വർണ്ണക്കടക്കാരൻ നിങ്ങളിത് വല്ലയിടത്തു നിന്നും കട്ടുകൊണ്ടുവന്നതാണോ എന്നറിയാൻ വേണ്ടി പല ചോദ്യങ്ങളും ഇങ്ങനെ എറിഞ്ഞു നോക്കിയെന്ന് വരാം. ഇതിനോടൊക്കെ തികഞ്ഞ സ്വാഭാവികതയോടെ വേണം നമ്മൾ മറുപടി പറയാൻ. നമ്മുടെ സ്വരത്തിലൊരു പതർച്ചയോ മുഖത്തൊരു വിളർച്ചയോ ഒക്കെ കണ്ടാൽ ജ്വല്ലറിക്കാർക്ക് സംശയം തോന്നും. അവർ ചിലപ്പോൾ പരിചയക്കാരായിട്ടുള്ള പോലീസുകാരെയൊക്കെ വിളിച്ച് നമ്മൾ ഒറ്റ കൊടുത്തു എന്ന് വരെ വരാം. അവിടെ വെച്ച് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോലും സാധ്യതയുണ്ട്. ഇതിന് ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് വളരെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒന്നാണ്. ഇത് സ്വർണത്തിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് അവർ ക്യാഷ് എടുത്ത് കൗണ്ടിങ് മെഷീനിലിട്ട് എണ്ണും. ഈ ക്യാഷ് കൈനീട്ടി വാങ്ങി നടന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് വന്ന വണ്ടിക്കുള്ളിൽ തന്നെ കയറുന്ന ആ ഒരു നിമിഷം, അപ്പോൾ മാത്രമാണ് ഈ കട്ട മുതൽ വിൽക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കള്ളന് ശ്വാസം ഒന്ന് നേരെ വിടാനാവുക. ഇങ്ങനൊരു പ്രയാസമുള്ളത് കൊണ്ട് പല കള്ളന്മാരും കക്കൽ മാത്രമേ ചെയ്യാറുള്ളൂ. വിൽക്കാൻ വേണ്ടി അവർ വിശ്വസ്തരായിട്ടുള്ള മറ്റാരെയെങ്കിലും ഏൽപ്പിക്കും. അങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയ ആരും തന്നെ ഇല്ലാത്ത കള്ളന്മാർക്ക് ഈ സംഘർഷഭരിതമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോയാലേ പറ്റൂ. ചുരുക്കത്തിൽ ഈ മോഷണം മുതൽ വിറ്റഴിച്ചുള്ള ബന്ധമാണ് കൃഷ്ണമൂർത്തി എന്ന കള്ളന് തലശ്ശേരിയിലെ ഹനീഫയുമായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഹനീഫ കൃഷ്ണമൂർത്തി ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുവെങ്കിലും പോലീസ് സംഘം ആകെ കുഴഞ്ഞു പോന്നു. ഹനീഫ ഈ ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. ഇനി അഥവാ ഇല്ലീഗലായിട്ട് പിടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെങ്ങാനും വല്ല കോടതി വഴി ഹേബിയസ് കോർപ്പസോ മറ്റോ ഫയൽ ചെയ്താൽ അത് അതിലും വലിയ പ്രശ്നമാകും. പക്ഷേ എന്ന് വെച്ച് കയ്യിൽ കിട്ടിയ ഹനീഫയെ വെറുതെ വിടുകയാണെങ്കിൽ ഇയാൾ ചിലപ്പോൾ ഈ വിവരം കൃഷ്ണമൂർത്തിയെ അറിയിച്ചു എന്നും വരാം. അപ്പോൾ പോലീസിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ എങ്ങനെയെങ്കിലും ഈ അടുത്ത കോള് കൃഷ്ണമൂർത്തിയിൽ നിന്ന് വരുന്നത് വരെയെങ്കിലും ഹനീഫയെ സൂക്ഷിച്ചേ പറ്റൂ. ഇതിനിപ്പോൾ എന്ത് ചെയ്യും എന്നായി DYSP വിക്രമിൻ്റെ ചിന്ത. ഹനീഫയെ പൊക്കാൻ ചെന്ന ടീമംഗങ്ങളിൽ ആകെ ഒരേ ഒരാളാണ് മുസ്ലിമായിട്ടുള്ളത്. പേര് അസൈനാർ. ഈ അസൈനാരെ നേരിട്ടുള്ള നിരീക്ഷണത്തിനു വേണ്ടി ഹനീഫയുടെ വീട്ടിൽ പാർപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ആ പോലീസ് സംഘം എത്തുന്നു. ഈ അസൈനാർ ഹനീഫയുടെ അടുത്ത സ്നേഹിതനാണ്. ഒരു വിസ തട്ടിപ്പിൽപ്പെട്ട് നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. 1-2 ആഴ്ച ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി ഹനീഫയുടെ അടുത്തേക്ക് വന്നതാണ് എന്ന് ഇയാളുടെ ഭാര്യ വീട്ടുകാരെ പറഞ്ഞു ധരിപ്പിക്കുന്നു. അങ്ങനെ അസൈനാരെ വിക്രമൻ സാറ് ഹനീഫയുടെ വീട്ടിലേക്ക് പാർക്കാൻ വിടുന്നു. പിന്നീട് ഈ പോലീസുകാരനായിട്ടുള്ള അസൈനാർ ഓർത്തെടുത്തിട്ടുള്ളത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലതായിരുന്നു ഈ ഹനീഫയുടെ ഭാര്യ വീട്ടിലെ 2 ആഴ്ചക്കാലം എന്നാണ്. യഥാസമയത്ത് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം, 24 മണിക്കൂർ വിശ്രമം, ഈ ഹനീഫയെ നിരീക്ഷിക്കുക എന്നൊരൊറ്റ പണി മാത്രമാണ് എടുക്കാനുള്ളത്. അങ്ങനെ കഴിയുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി 11:30 ആകുമ്പോൾ ഹനീഫ കറങ്ങി തിരിഞ്ഞ് അസൈനാരെ ഉറങ്ങുന്ന മുറിയിലേക്ക് വരും. എന്നിട്ട് അയാളുടെ കാൽക്കൽ വന്നിരിക്കും. ഇദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ച് വളരെ ദയനീയമായിട്ട് ഇയാളോട് അപേക്ഷിക്കും, സാറേ ഈ കൃഷ്ണമൂർത്തിയെ കിട്ടുമ്പോൾ നിങ്ങൾ എന്നെയും കൊലക്കി കൊടുക്കുമോ? ഞാൻ ഭാര്യയും പെൺമക്കളും ഒക്കെയുള്ള ആളാണ്. നാട്ടിലെനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പോലീസ് കേസിൽ പെടുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.
എന്നെ നിങ്ങൾ വിട്ടുകൊടുക്കരുതേ സാർ എന്ന് ഇയാൾ അപേക്ഷിക്കും. ഇത് കേൾക്കുന്ന അസൈനാർ അവനെ സമാധാനിപ്പിക്കും. എടാ, നീ ഏതെങ്കിലും ബാങ്ക് പോയി കുത്തി തുറന്നിട്ടുണ്ടോ? എന്തെങ്കിലും കട്ടിട്ടുണ്ടോ? നീ ആരെയും കൊന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ പിന്നെ നീ എന്തിനാണ് ഭയക്കുന്നത്? നിനക്കൊന്നും വരില്ല. നീ ഒരു നല്ല മുസ്ലിം അല്ലേ? ഇപ്പോൾ നീ ചെയ്യുന്നത്, പോലീസിനെ സഹായിക്കുന്നത് നിനക്ക് കൂലി കിട്ടുന്ന ഒരു നന്മയാണ്. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിനക്കൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് അസൈനാർ അവനെ ഉറങ്ങാൻ പറഞ്ഞു വിടും. ഈ പോലീസുകാരനായിട്ടുള്ള അസൈനാർ ഇങ്ങനെ ഹനീഫയുടെ വീട്ടിൽ കഴിയുന്ന ദിവസം അത്രയും പുറത്ത് ലോഡ്ജിൽ മുറി വാടകയ്ക്ക് എടുത്ത് വിക്രമൻ സാറും സംഘവും കാത്തുകെട്ടി കിടക്കുകയായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്, ഈ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് വിളി വരാൻ. അങ്ങനെ ഇവരെല്ലാവരും കാത്തിരുന്ന് ഒടുവിൽ അതും വരുന്നു. ഇന്ന ദിവസം ബാംഗ്ലൂർ കലാസിപ്പാളയത്തുള്ള നന്ദിനി മിൽക്ക് പാർലറിൻ്റെ അടുത്ത് വരണം. ഞാൻ സ്വർണവും കൊണ്ടുവരും, എനിക്ക് പണം പകരമായിട്ട് തരണം. ഇതായിരുന്നു കൃഷ്ണമൂർത്തിയുടെ കോൾ. ഇത്രയും ആയതോടെ അന്വേഷണ സംഘത്തിൻ്റെ നെഞ്ചിടിപ്പ് രണ്ടിരട്ടിയാവുന്നു. മോഷ്ടാവിനെ പിടികൂടാനുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു അവസരമാണ് അവരുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഇവനെ പിടിക്കാൻ വേണ്ടി ഹനീഫയുടെ കൂടെ ആളെ വിടണം. എന്തെങ്കിലും ഒരു പിടിപ്പുകേടുണ്ടായി കൃഷ്ണമൂർത്തി പിടിയിൽ നിന്ന് വഴുതി മാറുകയാണെങ്കിൽ പിന്നെ ഈ ജന്മത്ത് അവന് പിടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് ഹനീഫയുടെ കൂടെ പബ്ലിക്കായിട്ട് 4 പേരെ വേഷം മാറ്റി വിടാൻ വിക്രമൻ സാർ തീരുമാനിക്കുന്നു. ഒരു പോലീസ് ഓഫീസർ ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ, മറ്റൊരാൾ സന്യാസിയുടെ രൂപത്തിൽ, 2 പോലീസുകാർ ഒരു പഠാണി ദമ്പതിമാരുടെ രൂപത്തിൽ, ഭർത്താവ് ഒരു പഠാണി ഡ്രസ്സിലും ഭാര്യ മുഖം വരെ മറച്ചിട്ടുള്ള ഒരു പർദ്ദ ധരിച്ചുകൊണ്ടും. അങ്ങനെ ഈ പറഞ്ഞ ദിവസം അവർ ടൂറിസ്റ്റ് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് വെച്ച് പിടിക്കുന്നു. ഹനീഫയുടെ കയ്യിൽ ഇവർ പണമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കടലാസ് നോട്ടുകൾ നിറച്ചിട്ടുള്ള ഒരു എയർ ബാഗ് കൊടുത്തിരുന്നു. ഇങ്ങനെ വേഷമൊക്കെ മാറി നേരെ ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടെ ആദ്യമായിട്ട് ആക്ഷൻ നടത്തുകയാണെങ്കിൽ അത് പാളാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ട് ഇവർ തലശ്ശേരി ടൗണിൻ്റെ നടുക്ക് പലവട്ടം ഈ വേഷമൊക്കെ മാറി റിഹേഴ്സൽ വരെ നടത്തിയിട്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. കലാസിപ്പാളയത്ത് എത്തിയതും ഹനീഫയുടെ പരിസരത്തായിട്ട് ഈ വേഷം മാറിയ 4 പോലീസുകാർ നിലയുറപ്പിക്കുന്നു. ആ ഒരു ചക്രവ്യൂഹത്തിലേക്ക് ഇതൊന്നും അറിയാതെ കൃഷ്ണമൂർത്തി നടന്നു കയറുന്നു. ഇങ്ങനെ കൃഷ്ണമൂർത്തി ഈ മിൽക്ക് പാർലറിൻ്റെ അടുത്ത് വെച്ച് ഹനീഫയുടെ അടുത്തേക്ക് എത്തി അയാളുമായിട്ട് പരിചയം നടിച്ചതും ഈ സ്വർണം കൈമാറാൻ ശ്രമിച്ചതും തൊട്ടടുത്ത് തന്നെ നിൽക്കുകയായിരുന്ന പർദ്ദാധാരിയായിട്ടുള്ള സ്ത്രീ, അതായത് വേഷം മാറിയ പോലീസുകാരൻ, ഇയാളുടെ പിന്നിൽ നിന്ന് കൃഷ്ണമൂർത്തിയെ പൂണ്ടടക്കം കെട്ടിപ്പിടിക്കുന്നു. ഇതേ സമയത്ത് തന്നെ മറുവശത്ത് നിൽക്കുകയായിരുന്ന ആ ഭർത്താവിൻ്റെ വേഷത്തിലുള്ള പോലീസുകാരനും അയാളെ വട്ടം പിടിക്കുന്നു. ഇതിന് പുറമെ ഓട്ടോറിക്ഷ ഡ്രൈവറും സന്യാസിയും കൂടി വളഞ്ഞു പിടിച്ചതോടെ താൻ കുടുങ്ങിയെന്ന് കൃഷ്ണമൂർത്തിക്ക് മനസ്സിലാവുന്നു. പരിഭ്രാന്തനായിട്ടുള്ള അയാൾ പിടുത്തം വിടുവിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അയാളെ ചുറ്റിനും ആളുകൂടുന്നു. ഇവരെല്ലാവരും ചേർന്ന് ഇയാളെ വിടുവിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടി വന്ന വിക്രമൻ സാർ അടക്കമുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ID കാർഡുകൾ ഉയർത്തി കാണിച്ച് തങ്ങൾ കേരള പോലീസാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഇത് കണ്ടതോടെ പ്രദേശവാസികളായിരുന്നു കൃഷ്ണമൂർത്തിയെ വാഹനത്തിൽ കയറ്റി അവർ കലാസിപ്പാളയത്ത് നിന്ന് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ കൃഷ്ണമൂർത്തിയെ അറസ്റ്റ് ചെയ്തപ്പോൾ വെളിപ്പെട്ട വിവരങ്ങൾ കേരള പോലീസിൻ്റെ കണ്ണു തള്ളിക്കാൻ പോകുന്നതായിരുന്നു. കവർച്ചപ്പണം കൊണ്ട് തമിഴ്നാട്ടിൽ ഫ്ലാറ്റുകളും സ്ഥലങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു കൃഷ്ണമൂർത്തി. ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് അയാളുടെ ദേഹത്തു നിന്ന് കണ്ടെടുത്ത ബസ് ടിക്കറ്റ് പുതുച്ചേരിയിൽ നിന്ന് പുറപ്പെട്ട് ബാംഗ്ലൂരിലെത്തുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെതായിരുന്നു. അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് ചെല്ലുന്ന പോലീസ് പുതുച്ചേരിയിലെ കൃഷ്ണമൂർത്തിയുടെ മണിമാളിക കണ്ട് കണ്ണുമിഴിച്ച് നോക്കിയിരുന്നു പോയി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ വലിയ വീട്ടിൽ 1.5 ലക്ഷം രൂപ മുടക്കി സെറ്റ് ചെയ്ത ഒരു പേഴ്സണൽ ജിംനേഷ്യം വരെ ഉണ്ടായിരുന്നു. അതിൽ വ്യായാമം ചെയ്ത് ഒരുക്കിയെടുത്ത ശരീരവും മനസ്സുമായിരുന്നു കൃഷ്ണമൂർത്തിയുടേത്. തുടക്കത്തിൽ സത്യം മറച്ചു വെക്കാനുള്ള കൃഷ്ണമൂർത്തിയുടെ മനക്കെട്ടിയുടെ മുന്നിൽ അന്വേഷണ സംഘം വല്ലാതെ വലഞ്ഞു പോകുന്നുണ്ട്. ഈ കേരള പോലീസ് സംഘത്തോട് കൃഷ്ണമൂർത്തി വാ തുറന്നൊരക്ഷരം മിണ്ടിയില്ല എങ്കിലും അയാളുടെ മൊബൈൽ ഫോൺ റെക്കോർഡുകൾക്ക് പലതും പറയാനുണ്ടായിരുന്നു. കോടതി ആദ്യം റിമാൻഡ് ചെയ്ത അയാളെ പിന്നീട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയും വിടുന്നുണ്ട്. ഇയാളിൽ നിന്ന് കിട്ടിയ ലീഡുകൾ സ്ക്വാഡിനെ ആദ്യം പെരിയ മുരുകനിലേക്കും പിന്നീട് അണ്ണാദുരയിലേക്കും അതിന് പിന്നാലെ ചിന്നമുരുകനിലേക്കും ഒക്കെ എത്തിക്കുന്നുണ്ട്. പൂർവ്വ സംഘത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി സംബന്ധിച്ച പല സൂക്ഷ്മ വിവരങ്ങളും ഈ പെരിയ കേസിൻ്റെ അന്വേഷണത്തിനിടയ്ക്കാണ് കേരള പോലീസിന് വെളിപ്പെടുന്നത്. കൃഷ്ണമൂർത്തിയിൽ നിന്ന് കിട്ടിയ തുമ്പുകളിൽ പിടിച്ച് കർണാടകയിലെ ചിത്രദുർഗയിലേക്കും കൊളഗലുവിലേക്കും തമിഴ്നാട്ടിലെ മധുരാന്തകത്തിലേക്കും കാട്ടാണ്ടിക്കുപ്പത്തേക്കുമൊക്കെ സ്ക്വാഡിലെ പല സംഘങ്ങൾ ഈ കുറവ ഗാങ്ങിലെ അംഗങ്ങളെ തേടി പുറപ്പെട്ടു പോയിട്ടുണ്ട്. കവർച്ചയ്ക്ക് ഒത്തുകൂടി ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ പല വഴിക്ക് പിരിയുന്നതായിരുന്നു കുറവ സംഘത്തിൻ്റെ രീതി. വീണ്ടും ഒന്നിക്കുക അടുത്ത കവർച്ചയ്ക്ക് വേണ്ടി മാത്രമാകും. അതുവരെ അവർ പരസ്പരം ഒന്ന് ബന്ധപ്പെടുക പോലുമില്ല. അടുത്ത ബന്ധുക്കൾ പലപ്പോഴും സഹോദരന്മാരോ സഹോദരന്മാരുടെ മക്കളോ ഒക്കെയാണ് ഈ സംഘത്തിൽ ഉണ്ടാവുക.
ഇങ്ങനെയുള്ള പല കവർച്ചാ സംഘങ്ങളിൽപ്പെട്ട ഒരു സംഘത്തിലെ 4-5 പേരെ മാത്രമാണ് ഈ പെരിയ റോബറിയുമായിട്ട് ബന്ധപ്പെട്ട് കേരള പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽപ്പെടാത്ത ബാക്കിയുള്ളവരും അവർ ചെയ്തു കൂട്ടിയ കവർച്ചകളിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ള മുതലുമൊക്കെ ഇന്നും കേരളത്തിന് പുറത്തു തന്നെയാണുള്ളത്. കൃഷ്ണമൂർത്തിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അയാളുടെ ബന്ധുവായിട്ടുള്ള അണ്ണാദുരയെ തേടി ഇറങ്ങുന്നത്. അണ്ണാദുരയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പോലീസ് സംഘത്തെ നാട്ടുകാർ ബന്ദികളാക്കി വെക്കുന്നു. ഇവർ ഐഡന്റിറ്റി കാർഡ് കാണിച്ചുവെങ്കിലും അതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞ് പോലീസുകാർ ഇവരെ വിട്ടയക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് പോലീസിന് അണ്ണാദുരയെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഈ അണ്ണാദുരയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലയിടത്തായിട്ട് കൃഷിയിടത്തിൽ കുഴിച്ചിട്ട നിലയിലും മറ്റും ആയിട്ട് പോലീസ് കണ്ടെടുത്തത് 2.5 കിലോയോളം സ്വർണ്ണമാണ്. തിരുനാവായ ബാങ്ക് കവർച്ച, അന്തിക്കാട് കാഞ്ഞാണി ബാങ്ക് കവർച്ച, കൊടുങ്ങല്ലൂർ ലോർഡ് കൃഷ്ണ ബാങ്ക് കവർച്ച തുടങ്ങി കോടികളുടെ പണവും സ്വർണവും നഷ്ടമായ കേസുകൾക്ക് പിന്നിലും കുറുവാ സംഘം തന്നെ ആയിരുന്നുവെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഈ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ നടന്നത് പെരിയയിലെ കവർച്ചയായിരുന്നു. അണ്ണാദുരയുടെ വെളിപ്പെടുത്തലിൽ നിന്നാണ് കോങ്ങാട് കവർച്ചയിൽ പെരിയ മുരുകനുള്ള പങ്കിനെക്കുറിച്ച് പോലീസ് സംഘം അറിയുന്നത്. ഈ അയ്യനാർ സംഘത്തിൽപ്പെട്ട മുരുകനെ തേടി പോലീസ് മധുരാന്തകത്ത് ചെന്നപ്പോൾ അയാൾ നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ചൈനീസ് ഫോണിൽ നിന്ന് സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇയാളെ കോൾ ചെയ്ത് ഇയാളെ പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തിയാണ് ഒടുവിൽ ഈ അറസ്റ്റ് നടക്കുന്നത്. പെരിയ മുരുകനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കൃഷ്ണമൂർത്തിയുടെ അടുത്ത ബന്ധുവായിട്ടുള്ള ചിന്നമുരുകനെ പോലീസ് പൊക്കുന്നത്. പൊന്നിയം ബാങ്ക് കവർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്കുള്ള ആളാണ് ചിന്നമുരുകൻ എന്ന് മൂർത്തിയും പോലീസിനോട് പറഞ്ഞിരുന്നു. കരാട്ടെ മാസ്റ്റർ എന്ന പേരിലാണ് ചിന്നമുരുകൻ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് എന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചായിരുന്നു പോലീസിൻ്റെ ഓപ്പറേഷൻ. തമിഴ്നാട്ടിലെ എല്ലണ്ടത്തൂർ എന്ന സ്ഥലത്തെ ഒരു വീടിൻ്റെ കാർപോർച്ചിലും വരാന്തിയിലുമൊക്കെയായി CI വിക്രമൻ, ഹെഡ് കോൺസ്റ്റബിൾ CP സന്തോഷ് കുമാർ, പ്രമോദ്, കുമാരൻകുട്ടി എന്നിവർ ഏതാണ്ട് ഒരു 10-15 ദിവസത്തോളം താമസിച്ചിട്ടാണ് ചിന്നമുരുകനെ കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്നത്. ഇയാൾ വീട്ടിലുണ്ട് എന്നറിഞ്ഞ് പൂർണ്ണ സന്നാഹത്തോടെ കേരള പോലീസ് സംഘം ഒടുവിൽ വീട് വളയുമ്പോൾ ചിന്നമുരുകൻ വീട് വിട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ കോടികൾ വിലമതിക്കുന്ന കവർച്ചാ മുതലുമായിട്ട് ഇയാൾ മുങ്ങുമായിരുന്നു. മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുതയുള്ളത്, ഈ ചിന്നമുരുകനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് അവിടെ ആ വീട്ടിൽ അയാളുടെ അമ്മ കയ്യിലൊരു തുണി ഭാണ്ഡക്കെട്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരൊരു വൃദ്ധയായതുകൊണ്ട് പോലീസ് ആദ്യം അവരെ ഗൗനിക്കുന്നില്ല. അവർ ചിന്നമുരുകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മടങ്ങിപ്പോകുന്നു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് ആ വൃദ്ധയുടെ ഭാണ്ഡത്തിലുണ്ടായിരുന്നത് 20 ലക്ഷത്തിലധികം രൂപയുടെ ക്യാഷ് ആയിരുന്നു എന്ന് പോലീസിന് മനസ്സിലാവുന്നത്. ഈ പണം റിക്കവർ ചെയ്യാൻ വേണ്ടി ഉടനടി തന്നെ പോലീസ് സംഘം അതേ വീട്ടിലേക്ക് മടങ്ങി ചെന്നുവെങ്കിലും അപ്പോഴേക്കും ആ വൃദ്ധ അതും കൊണ്ട് മുങ്ങിയിരുന്നു. പിന്നീട് ഈ പണം തിരിച്ചു പിടിക്കാൻ പോലീസിന് സാധിച്ചതേയില്ല. ഈ കൃഷ്ണമൂർത്തി ആണെങ്കിൽ തൻ്റെ ചില അടുത്ത ബന്ധുക്കളുടെ പക്കലാണ് തിരുട്ടി സ്വർണം കിലോ കണക്കിന് മാർക്കറ്റിൽ വിറ്റ് പണമാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. ഈ വിവരം കേരള പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറി അവർ ഈ ബന്ധുക്കളെയൊക്കെ പിടികൂടി സ്വർണം കുറേ റിക്കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ വിചിത്രം എന്ന് തന്നെ പറയാം, ഈ സ്വർണത്തിൽ വെറും 50 പവൻ മാത്രമേ അന്ന് തമിഴ്നാട് പോലീസ് കേരളത്തിലെ ബാങ്ക് കവർച്ചയുടെ റിക്കവറി ആയിട്ട് കാണിക്കുന്നുള്ളൂ. ബാക്കി സ്വർണം മുഴുവൻ ഉരുക്കി അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അന്നുവരെ തെളിയാതെ കിടന്ന സകല മോഷണ കേസുകളിലെയും തൊണ്ടി മുതലാക്കിയിട്ട് ഇവർ മാറ്റുന്നു. ഇതേ ബന്ധുക്കളുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് അവരതിന് രേഖയും ഉണ്ടാക്കുന്നു. കേരള പോലീസിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപിടിച്ചൊരു ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 130 കിലോഗ്രാമോളം സ്വർണ്ണമാണ് നമ്മുടെ നാട്ടിലെ ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ധനിക ഗൃഹങ്ങളെയും ഒക്കെ കൊള്ളയടിച്ചുകൊണ്ട് കുറുവാ സംഘം തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. മക്കളുടെ വിവാഹത്തിനും ജോലിക്കും അവർക്ക് വിദേശത്ത് പഠിക്കാനുമൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ സുരുക്കൂട്ടി വെച്ചിരുന്ന അവരുടെ ആജീവനാന്ത സമ്പാദ്യമായിരുന്നു പലപ്പോഴും ഇങ്ങനെ അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. കേരള പോലീസിൽ നിന്ന് കൃഷ്ണമൂർത്തി എന്ന കള്ളനെ പിടിക്കുന്നതിലേക്ക് നീണ്ട അത്യസാധാരണമായിട്ടുള്ള ഒരു അന്വേഷണ മികവ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കുറുവാ കവർച്ചാ പരമ്പരയ്ക്ക് അന്ത്യം കുറിക്കപ്പെട്ടത്. അന്ന് ഈ കേരള പോലീസ് സംഘത്തിൻ്റെ ഭാഗമായിരുന്ന DYSPമാരായിട്ടുള്ള PP സദാനന്ദൻ, P വിക്രമൻ, MP മോഹനചന്ദ്രൻ എന്നിവരും മറ്റ് സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള CP സന്തോഷ് കുമാർ, CP മുരളീധരൻ, M അസൈനാർ, ബിജിലാൽ, KC കുമാരൻകുട്ടി, K ശശികുമാർ, വിനോദ്, K പ്രമോദ്, സത്യൻ, വത്സരാജ്, ഹേമരാജ്, അജയൻ എന്നിവരും പ്രകടിപ്പിച്ചിട്ടുള്ള അസാമാന്യമായിട്ടുള്ള മികവാണ് ഈ കുറുവാ കവർച്ചാ സംഘങ്ങൾക്കെതിരായിട്ടുള്ള കേരള പോലീസിൻ്റെ ഓപ്പറേഷനുകൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ആത്മാർത്ഥതയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതീകമായിട്ട് ഈ അന്വേഷണ സംഘം പിന്നീട് മാറുന്നു. അതിനുള്ള അംഗീകാരമായി ബാഡ്ജ് ഓഫ് ഓണർ അടക്കമുള്ള പല റിവാർഡുകളും അവരിൽ പലരെയും തേടി എത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ഏത് കുറുവാ സംഘം ഇറങ്ങിയെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി ഇവിടെ കേരള പോലീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ജനം അതിനെ സംശയം കൂടാതെ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അതിനു പിന്നിൽ ഇതുപോലെയുള്ള ആത്മാർത്ഥതയുള്ള പോലീസുകാരുടെ കഠിനാധ്വാനത്തിനും കുറ്റാന്വേഷണ മികവിനുമുള്ള പങ്ക് ചെറുതല്ല.
നമ്മളൊക്കെ ഇന്നും സ്വൈര്യമായി രാത്രി കിടന്നുറങ്ങുന്നത് നമ്മുടെ വീടുകളിലെ പൂട്ടുകളുടെ ബലത്തിലല്ല, നമ്മുടെ പോലീസ് സേനയിലെ ഇതുപോലെയുള്ള ഓഫീസർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് നിർത്താം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.